السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربي يسر ولا تعسر وأنت أرحم الراحمين. ربي تمم بالخير والسعادة. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാദമിയിലെ നെറ്റ് ജെആർഎഫ് പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. 2026 ജൂൺ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ തന്നെ തയ്യാറായിട്ടുള്ള ആളുകളാണ് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൽ ഓൾറെഡി നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയ ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ജസ്റ്റ് ആ ഒരു എക്സാമിനേഷന് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ എക്സാമിനേഷന്റെ തുടക്കത്തിൽ മാത്രം അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. നേരത്തെ തന്നെ ഈ എക്സാം എഴുതി നിർഭാഗ്യവശാൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നേടാൻ സാധിക്കാത്ത ആളുകൾ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടായും. അപ്പൊ ആ അർത്ഥത്തിൽ ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന സെഷനിൽ ഉദ്ദേശിക്കുന്നത്, നമ്മളൊക്കെ എന്തായിരുന്നാലും ഇത്തവണ ലക്ഷ്യം നേടണം എന്ന നിലയിലാണ് ഫോക്കസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോ അൽഹംദുലില്ലാ റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് നെറ്റ് അതുപോലെ തന്നെ ജെആർഎഫ് ഒക്കെ നേടിയ ആളുകൾ നമ്മൾ കഴിഞ്ഞ ബാച്ചിലുണ്ട്. അതോടുകൂടെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഏതാനും ചില ക്വസ്റ്റ്യൻസ് കൂടെ ശരിയായിരുന്നെങ്കിൽ, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് കൂടെ ശരിയായിരുന്നെങ്കിൽ തങ്ങളുടെ ലക്ഷ്യമായ നെറ്റ് അല്ലെങ്കിൽ ജെആർഎഫ് ക്വാളിഫൈ ചെയ്യാമായിരുന്നു എന്ന രൂപത്തിലുള്ള ആളുകളുണ്ട്. പിന്നെ PhD അഡ്മിഷൻ എടുക്കാൻ ക്വാളിഫൈ ചെയ്ത ആളുകളൊക്കെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളും ഈ ശബ്ദം ശ്രവിക്കുന്നവരിലുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ നിരന്തരമായ ശ്രമമാണ് നമ്മളെപ്പോഴും വിജയത്തിലേക്ക് എത്തിക്കുക. അത് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന സെഷൻ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്ലാസ് ഇനി മുതൽ ഇൻഷാ അല്ലാഹ് തുടർച്ചയായി അടുത്ത ജൂണിൽ എക്സാം നടക്കുന്നത് വരെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ അതിലൊക്കെ നമ്മൾ ഓരോരുത്തരും കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ക്ലാസ്സുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ലൈവായി നടന്ന ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വീഡിയോ തൊട്ടടുത്ത ദിവസവുമൊക്കെയായി നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും ഈ ഒരു സിലബസ് ഓറിയന്റഡ് ആയ പഠനം പൂർത്തിയാക്കുക എന്നുള്ളത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനോട് കൂടെ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് എക്സാം എഴുതുന്ന ഓരോരുത്തരുമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവണം. എക്സാം കഴിഞ്ഞ തവണയൊക്കെ എഴുതി ഇത്തവണയും നമ്മുടെ കൂടെ തന്നെ എന്തായിരുന്നാലും ഈ ഒരു ജൂണിൽ തന്നെ തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന നിലയിൽ കൂടെയുള്ള ആളുകളുണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത്, കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ എഴുതി ഒരുപക്ഷെ ലക്ഷ്യത്തിനടുത്ത് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു റിസൾട്ട് വന്ന സമയത്ത് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയി കാണാനും അടുത്ത തവണ എന്തായിരുന്നാലും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് മാത്രമായി നമ്മൾ ഓരോരുത്തരും കാണാം. ജീവിതത്തിൽ പല പരീക്ഷണങ്ങൾ നേരിട്ട ആളുകളാണ് നമ്മൾ. ഒരു എക്സാം എന്ന നിലയിലാണെങ്കിൽ തന്നെ പല എക്സാമുകളും എഴുതിയിട്ടുള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ പഠിച്ച പലരും ഉന്നത മാർക്കൊക്കെ നേടി പോയി. നമുക്കും ചില രംഗങ്ങളിലൊക്കെ ചില ഏരിയകളിലൊക്കെ തിളങ്ങാനൊക്കെ സാധിച്ച ആളുകളാണ്. അപ്പൊ ഒന്നുകിൽ നമുക്ക് കിട്ടേണ്ട ഒരു സമയമായിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അത് ലഭിക്കാതെ പോയിട്ടുള്ളത്.
ഇൻഷാ അല്ലാഹ് അടുത്ത തവണയായിരിക്കും നമുക്കത് ലഭിക്കുക എന്നുള്ളത് ഹൈറായിട്ടുണ്ടാവുക എന്ന ശുഭാപ്തി വിശ്വാസം ആവണം എപ്പോഴും നമ്മളെ നയിക്കേണ്ടത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്ത ആളുകളായിരിക്കും മിക്കവാറും നമ്മൾ. ഇപ്പൊ PSC, കേട്ടറ്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ നെറ്റിന് ഒക്കെ മുമ്പ് പ്രിപ്പയർ ചെയ്ത് പരിചയമുള്ള ആളുകളായിരിക്കും നമ്മൾ. അപ്പോഴൊക്കെ ഒന്നുകിൽ നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കൂട്ടി അവരുമായി കമ്പൈൻ സ്റ്റഡി നടത്തിയ ആളുകളായിരിക്കും നമ്മൾ. അപ്പൊ ആ സന്ദർഭത്തിൽ നമ്മൾ കുറച്ച് നമുക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എന്ത് ചെയ്യും, കൂടെയുള്ള ആളുകളെ പരമാവധി അവരെത്ര പിന്തിരിഞ്ഞാലും അവരെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കൂട്ടാൻ ശ്രമിക്കും. പക്ഷെ പാതി വഴിയിൽ മിക്കവാറും അത് നിൽക്കുകയും ചെയ്യുക. കാരണം നമ്മുടെ അത്ര തന്നെ മോട്ടിവേഷൻ കൂടെ പഠിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എന്തായിരുന്നാലും ഇത്തവണ നെറ്റ് ക്വാളിഫൈ ചെയ്യണം. അതിൽ പ്രത്യേകിച്ച് ഇപ്പോ ഈ ഒരു ഡിസംബർ അഥവാ കഴിഞ്ഞ 2025 ഡിസംബർ എക്സാം എഴുതിയ ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തായിരുന്നാലും ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യണം എന്ന നിലയിലാണ് ഇപ്പോ ഈ ഒരു സെഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിൽ നമ്മുടെ കൂടെ തന്നെ ഉള്ളത്. അതോടുകൂടെ പുതിയ കുറച്ച് ആളുകൾ കൂടെ ഉണ്ട്. അപ്പോ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ എല്ലാവരും ഒരു തയ്യാറായ ഒരു ടീമാണ്. അപ്പൊ അത് പോസിറ്റീവായി എടുത്ത് നമുക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾ കേട്ടതിന് പുറമെ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട PDF നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഇപ്പൊ ഈ പുതിയ സിലബസ് വന്ന ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അതിനാണ് ഇപ്പൊ നമുക്ക് നിലവിൽ 4 വാട്സപ്പ് ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. അതിലിപ്പോ 2 മെയിൻ ഗ്രൂപ്പാണ്, എന്ന് വെച്ചാൽ അഡ്മിൻ ഓൺലി ആക്കിയിട്ടുള്ള 2 ഗ്രൂപ്പുകൾ, അറബിക്കിനൊരു ഗ്രൂപ്പും അതുപോലെ തന്നെ ജനറൽ പേപ്പറിനൊരു ഗ്രൂപ്പും. അവക്ക് പുറമെയായിട്ട് 2 ഗ്രൂപ്പുകൾ കൂടെ ഉണ്ട്. ഒന്ന് അറബിക്കിന്റെ ആക്ടിവിറ്റി ഗ്രൂപ്പും അതുപോലെ തന്നെ ജനറൽ പേപ്പറിന്റെ ആക്ടിവിറ്റി ഗ്രൂപ്പും. ഇവ ചലിപ്പിക്കേണ്ടത് ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. അപ്പൊ ചിലർ വിചാരിക്കുന്നുണ്ടാവും അതിനാണെങ്കിൽ നമ്മൾ ചലിപ്പിക്കാനാണെങ്കിൽ ഇപ്പോ പൈസ ഒക്കെ അടച്ച് ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ടോ, അപ്പൊ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ 1-2 ആളുകളെ അല്ലെങ്കിൽ ഒരു 50 ആളുകളെ നമ്മുടെ കൂടെ പഠിച്ച ആളുകളെ നമ്മൾ കൂട്ടിയാലും അതിലൊക്കെ വ്യത്യസ്ത ചിന്താഗതിക്കാരായിരിക്കും ഉണ്ടാവാം. മാത്രമല്ല അവർ ചലിക്കുന്നതിന് എന്തായിരുന്നാലും ഒരു പരിധി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഈ അഡ്മിൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഷെഡ്യൂൾ പ്രകാരമുള്ള ക്ലാസ്സുമായി മുന്നോട്ട് പോവുക. അതോടുകൂടെ തന്നെ ഏകദേശം ഇപ്പൊ നമുക്ക് ജൂണിലാണ് എക്സാം വരുന്നതെങ്കിൽ അതിന്റെ 1 മാസം മുമ്പെങ്കിലും, മിനിമം 1 മാസം മുമ്പെങ്കിലും എന്ത് ചെയ്യണം, ഇൻഷാ അല്ലാഹ് നമ്മൾ സിലബസ് പൂർത്തിയാക്കി പിന്നെ അവസാനത്തെ ഒരു 1-1.5 മാസം അല്ലെങ്കിൽ 1 മാസമെങ്കിലും നമുക്ക് ലഭിക്കുന്ന രൂപത്തിൽ റിവിഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ ക്ലാസിന്റെ ഷെഡ്യൂൾ ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക. അതിനിടയിൽ നോമ്പ് വരുന്നുണ്ട്. പക്ഷെ ആ നോമ്പൊന്നും നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് ബാധിക്കുകയില്ല. നമുക്ക് അതിന്റെ ചൂടുണ്ട് എങ്കിൽ. അത് കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും ഇപ്പൊ ഇതേപോലെ നോമ്പുകാലം വന്നിട്ടുണ്ട്. നോമ്പ് അതിൻ്റെതായ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സമയം ഈ ഒരു നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യുക എന്ന നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കൂടി നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും, നമ്മൾ വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് ഈ ഒരു ജൂൺ വരെ കൃത്യമായ ഷെഡ്യൂളോട് കൂടി പഠനവുമായി മുന്നോട്ട് പോവാം. അപ്പൊ അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പഠന തിരക്കുകൾക്കിടയിൽ നമ്മൾ കൃത്യമായി ഇങ്ങനെ പഠനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഷെഡ്യൂൾ പ്രകാരം പഠിച്ചു പോകുന്നതോട് കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ആക്ടിവിറ്റി ഗ്രൂപ്പ് കൂടെ നമ്മൾ സജീവമാക്കുക. അപ്പോൾ മുഴുവൻ സമയത്ത് നമ്മൾ ഇതിൽ ഉണ്ടാവണമെന്ന് ഈ പറഞ്ഞതിന് അർത്ഥമല്ല. കാരണം നമ്മൾ ഓരോ യൂണിറ്റുകളും നിങ്ങൾക്ക് വ്യത്യസ്ത അധ്യാപകർ കൃത്യമായി റെഫർ ചെയ്ത് ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവര് ഇതുവരെ കഴിഞ്ഞ നെറ്റ് എക്സാമിന്റെയും അതേപോലെ തന്നെ നമ്മുടെ നെറ്റിന്റെ സിലബസിൽ വരുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അനാലിസിസ് ചെയ്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ക്ലാസ് എടുക്കുക.
അപ്പൊ ആ ക്വസ്റ്റ്യൻസ് കൂടെ അവരുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതിൽപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ കേട്ട കാര്യം തന്നെ ഒന്നുകൂടെ ഒന്ന് ഓർത്തു പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്കത് ഓർമ്മയിൽ ഒന്നുകൂടെ നിൽക്കാൻ സഹായകമാവുകയുള്ളൂ അല്ലെ. നമുക്കറിയാം, നമുക്കിപ്പോ എത്ര പഠിച്ചാലും ചിലതൊന്നും ഓർമ്മയിൽ നിൽക്കൂല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മളോട് എപ്പോ ചോദിച്ചാലും നമ്മൾ വേഗം ആൻസർ പറയും അല്ലെ. ഇപ്പൊ ഉദാഹരണമായിട്ട് മൻഹു അമീർ ഷുറാ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അമീർ ഷുറാ ഫിൽ അസ്റിൽ ഹദീസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളൊക്കെ വേഗം ആൻസർ പറയും. ഷാഇറുന്നീൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് ജനിക്കുമ്പോഴേ അറിയുന്ന ഒരു കാര്യമൊന്നുമല്ല, മറിച്ച് നമ്മുടെ മനസ്സിലൂടെ കൂടുതൽ ഈ ഒരു പോയിന്റ്സ് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം JRF ആണ്, നെറ്റാണ് എങ്കിൽ പരമാവധി ഈ സിലബസിലുള്ള ഓരോ ഭാഗങ്ങളും നമ്മുടെ മനസ്സിലൂടെ കൊണ്ടുപോവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്, അതേപോലെ തന്നെ മോഡൽ ടെസ്റ്റ്, ഇതൊക്കെ ലഭിക്കുന്നതിന് പുറമെ ആക്ടിവിറ്റി ഗ്രൂപ്പ്, അത് നിർജീവമായി നിൽക്കുന്ന ഒരവസ്ഥ അല്ല വേണ്ടത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ആക്റ്റീവ് ആക്കണം. അപ്പൊ അത് നമ്മൾ ഓരോരുത്തരും ചലിപ്പിച്ചെങ്കിലായിരിക്കും മുന്നോട്ട് പോവുക. അതിന് കിട്ടുന്ന ഒഴിവ് സമയം, എല്ലാ സമയത്തല്ല, ഏതെങ്കിലുമൊക്കെ നമുക്ക് ഒരു ദിവസം, ചിലർക്ക് ചിലപ്പോൾ രാവിലെ ചെറിയൊരു സമയമായിരിക്കും ഒഴിവ് കിട്ടുക. ചിലപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ പോകുന്ന ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരമായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് രാത്രി കിടക്കുന്നതിന്റെ ചെറിയൊരു മുമ്പ് ചെറിയൊരു സമയമായിരിക്കും, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് സമയമുള്ളതുണ്ടെങ്കിൽ, അപ്പോ അന്ന് നമ്മൾ പഠിച്ച ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നിന്ന് ഒരു 5 ചോദ്യം നമ്മളൊന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ, നമ്മൾ ഇപ്പൊ ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേരുണ്ടാവും. ഇനിയും നമുക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി കുറെ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോ അതില് ഒരു ദിവസം 10 ആളുകൾ 5 പോയിന്റ് വീതം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെ എക്സാം ആവുമ്പോഴേക്ക് നമ്മുടെ ഈ സിലബസുമായി ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റ്സ് നമുക്ക് പഠിച്ചു പോവാൻ സാധിക്കും. ഇങ്ങനെ എല്ലാവരും പോസിറ്റീവായിട്ട് ഈ ഒരു പഠന സംരംഭത്തെ ഏറ്റെടുക്കണമെന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മുടെ പഠന ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് വഴിയെ നമുക്ക് അറിയിക്കാം. നമ്മോടൊന്ന് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൂടെ പങ്കുവെച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് നസറുദ്ദീൻ സാറാണ്. നസറുദ്ദീൻ സാറ് ഇൻഷാ അല്ലാഹ് JRFലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ വഴി ഒന്നുകൂടെ എളുപ്പമാക്കാം എന്നതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ജൂൺ ബാച്ച് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള വിഷയവും കൂടെ ഷെഡ്യൂൾ പ്രകാരം ഇൻഷാ അല്ലാഹ് പിന്നീട് പരിചയപ്പെടാം. അപ്പോൾ JRFലേക്കുള്ള വഴി നമുക്ക് എങ്ങനെ എളുപ്പമാക്കാം, പ്രത്യേകിച്ച് ഇപ്പോൾ റിസൾട്ടൊക്കെ വന്ന സമയത്ത് ചെറിയ വീഴ്ച പറ്റി അല്ലെങ്കിൽ എക്സാമിന് അത്ര തന്നെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ സാധിക്കാത്ത ആളുകൾ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൂടെ വേണ്ട രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടെ നൽകിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നസറുദ്ദീൻ സാർ നമ്മോട് സംസാരിക്കുക. അതിനു വേണ്ടിയിട്ട് നസറുദ്ദീൻ സാറെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ഫോക്കസ് അഡ്മിൻസ്, ഫോക്കസ് ഫാമിലി മെമ്പേഴ്സ്, നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് 2026 ജൂൺ നെറ്റ് എക്സാമിന് പഠനത്തിന് ജൂൺ നെറ്റ് എക്സാം നേടിയെടുക്കാനുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പിലാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് ഫോക്കസിന്റെ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല, വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒരുപാട് JRFും നെറ്റും ഒക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഒരുപാട് പേർക്ക് കിട്ടിയതായി അറിയിച്ചു. ഇനിയും ഓരോരുത്തർ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഒരു സന്തോഷ ദിവസത്തിൽ നമ്മൾ ബാക്കിയുള്ള മെമ്പേഴ്സിനും കൂടി കിട്ടാനുള്ള ഒരു ക്ലാസിന്റെ തുടക്കം കൂടിയാണ്. നമുക്കറിയാം, JRF നെറ്റ് എക്സാം അറബിക് മേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ
എക്സാമാണ്. അറബിക് മേഖലയിൽ ഒരുപാട് എക്സാമുകളുണ്ട്. PSC, കേട്ടറ്റ്, സെറ്റ്, CUET. അതിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു എക്സാമാണ് നെറ്റ് എക്സാം. JRFന് വേണ്ടിയും എഴുതുന്ന നെറ്റ് എക്സാം. ഈ ഒരു എക്സാമിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ക്വാളിഫൈ ചെയ്യാം, പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ഇന്ന് എൻ്റെ സംസാരം നിർത്തുകയാണ്. ഏതൊരു എക്സാം ആണെങ്കിലും മത്സര പരീക്ഷയാണെങ്കിലും ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു എക്സാമിന്റെ സിലബസ് നന്നായി മനസ്സിലാക്കണം. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുകയല്ല, മറിച്ച് ആ സിലബസ് നന്നായി അവലോകനം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അത് പഠിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സിലബസിൽ ആരൊക്കെ ഉണ്ട്, ആരെയൊക്കെ കുറിച്ച് എങ്ങനെയൊക്കെ പഠിക്കേണ്ടതുണ്ട് എന്ന രൂപത്തിൽ നമ്മൾ നന്നായി ഒന്ന് അവലോകനം ചെയ്യണം. ഞാൻ ചില സ്ഥലത്തൊക്കെ ഓഫ്ലൈനായിട്ടൊക്കെ ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ പലപ്പോഴും ചിലരെ കുറിച്ച് ഇദ്ദേഹം നെറ്റിലുണ്ടോ, സിലബസിലുണ്ടോ, സിലബസിൽ ഇല്ലേ എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് അദ്ദേഹം ഉണ്ടോ ഇല്ലേ, എക്സാമിന് അടുത്ത സമയങ്ങളിൽ പോലും ചിലർ സിലബസ് നന്നായി മനസ്സിലാക്കാത്ത സാഹചര്യം കാണാറുണ്ട്. പക്ഷേ അവരൊന്നും യഥാർത്ഥ റൂട്ടിൽ എത്തിയിട്ടില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് സിലബസ് നന്നായി മനസ്സിലാക്കണം. ഞാൻ 2019 ജൂൺ എക്സാമിനാണ് അൽഹംദുലില്ലാ JRF ക്വാളിഫൈ ചെയ്തത്. 2018 ജൂലൈയിൽ ഒരു നെറ്റ് എക്സാം നടന്നിരുന്നു. ആ എക്സാമിനാണ് ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. സത്യത്തിൽ എൻ്റെ കൂടെയുള്ള പലരും അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലായിരുന്നു അന്ന് ഞാൻ നെറ്റിന് അപ്ലൈ ചെയ്തിരുന്നത്. സിലബസ് നോക്കണം എന്നുള്ള ഒരു അറിവും എനിക്കന്ന് ഇല്ലായിരുന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. നെറ്റ് എക്സാമിന് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത, എന്നോട് കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളോടാണ് ഞാൻ ആദ്യമായിട്ട് നെറ്റിന് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നെറ്റ് എക്സാം ഞാൻ 7 തവണ എഴുതി, 8ാമത്തെ തവണയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞാണ്. എന്നിട്ട് പറയാണ്, നെറ്റ് എക്സാമിന് ക്വാളിഫൈ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ലക്കിയാണ്. ആ ലക്കി, നമുക്ക് ലക്കി ഉണ്ടെങ്കിൽ ക്വാളിഫൈ ചെയ്യും. എനിക്കൊക്കെ ഒരു 2-3% പലപ്പോഴും നെറ്റ് ക്വാളിഫൈ ചെയ്യാതെ നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നോട് അദ്ദേഹം പറയാണ്, അതുകൊണ്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു ലക്കിയാണ്. ഞാനത് പൂർണ്ണമായും വിശ്വസിച്ചു. കാരണം അനുഭവസ്ഥർ പറയുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കണമല്ലോ. കാരണം അദ്ദേഹം 7 പ്രാവശ്യം നെറ്റ് എഴുതിയ ആളാണ്. 8ാമത്തെ പ്രാവശ്യമാണ് എന്നോടുകൂടെ നെറ്റ് എക്സാം എഴുതാൻ വേണ്ടി അപ്ലൈ ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിന് ഞാൻ നന്നായി ബഹുമാനിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭാഗ്യമുണ്ടോ ഇല്ലേ എന്ന് നോക്കാനാണ് ഞാൻ ആദ്യം 2018 നെറ്റ് എക്സാം എഴുതിയത്. എക്സാം എഴുതി റിസൾട്ട് വന്നു. മാർക്ക് 300 മാർക്കിൽ ഏകദേശം അന്ന് ഒരു 152 മാർക്ക് എങ്ങാനും കിട്ടിയാൽ നെറ്റ് കിട്ടുമായിരുന്നു. എനിക്ക് 108 മാർക്കാണ്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇപ്രാവശ്യം എനിക്ക് ഭാഗ്യം ഉണ്ടാവില്ല, അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ഭാഗ്യം പരീക്ഷിക്കാം എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് കൂടെ അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് നെറ്റ് എക്സാം എഴുതിയിരുന്നു. അവന് ഞാനൊന്ന് വിളിച്ചു നോക്കി, അവന് ഭാഗ്യപ്രാവശ്യം കിട്ടിയണമെന്ന് അറിയാൻ വേണ്ടി. അവനും ആദ്യമായിട്ട് നെറ്റ് എഴുതുന്ന ആളാണ്, എന്നെ പോലെ തന്നെ. അവനെ വിളിച്ചു നോക്കിയപ്പോൾ അവൻ പറഞ്ഞത്, അൽഹംദുലില്ലാ JRF കിട്ടി. അപ്പൊ ഞാൻ ചോദിച്ചോ, നിന്റെ ഭാഗ്യം ഇപ്രാവശ്യം നിന്നോട് കൂടെയാണല്ലേ? അപ്പൊ അവൻ എന്നോട് പറഞ്ഞത്, ഭാഗ്യം എന്ന് പറയരുത്, ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഭാഗ്യം മാത്രം അല്ല. എന്നിട്ട് അവൻ പ്രിപ്പയർ ചെയ്ത വർഷങ്ങളോളമുള്ള ഓൾഡ് ക്വസ്റ്റ്യൻ പ്രിന്റ് എടുത്ത് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽ
പ്രിന്റ് എടുത്ത് നന്നായി വായിച്ച് അതിന്റെ ഓരോ അധ്വാനവും പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഇതിന് വ്യക്തമായ ഒരു സിലബസ് ഉണ്ട്, കറക്റ്റ് ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ഉടൻ നെറ്റിന്റെ ഒരു ബുക്ക് വാങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ, എൻ്റെ ആ ഒരു ഫ്രണ്ടിന്റെ ഉപദേശപ്രകാരം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുത്തു. ഞാൻ അന്ന് വാട്സപ്പ് ഒന്നും അത്ര സജീവല്ലായിരുന്നു. വാട്സപ്പിലൊക്കെ നമ്മൾ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, ഗ്രൂപ്പുകളിലൂടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, സിലബസ് അനുസരിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 2018 ഡിസംബറിൽ സിലബസ് അനുസരിച്ച് പഠിച്ച ആദ്യത്തെ എക്സാമിൽ തന്നെ അൽഹംദുലില്ലാഹ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞു. തൊട്ടടുത്ത 2019 ജൂൺ എക്സാമിന്, ആ എക്സാമിന് ഇനി കുറച്ചും കൂടി യാത്ര ചെയ്താൽ JRF എത്തുമായിരുന്നല്ലോ. കുറച്ചും കൂടി യാത്ര ചെയ്തു, സിലബസ് നന്നായി നോക്കി, സിലബസ് ഒക്കെ പ്രിന്റ് എടുത്ത് അത് ഉമ്മഹാത്തുൽ കുത്തുബിലെ ഓരോ പേജും ഇംറുൽ ഖൈസിനെ പഠിക്കുകയാണെങ്കിൽ ഹന്ന ഫഖൂരിൽ ഇത്രാമത്തെ പേജിലാണ്, ജുർജീസ്ദാന്റെ താരീഖിൽ ഇത്രാമത്തെ പേജിലാണ്. അങ്ങനെ ഓരോ ഉമ്മഹാത്തുൽ കുത്തുബിന്റെ ഇംറുൽ ഖൈസ് എത്രാമത്തെ പേജിലാണെന്നൊക്കെ സിലബസിൽ തന്നെ എഴുതിയെടുത്ത് അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പഠിച്ച് ഓൾഡ് ക്വസ്റ്റ്യനൊക്കെ നന്നായി നോക്കി ചർച്ച ചെയ്ത് പഠിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് 2019 JRF കിട്ടി. ഇൻഷാല്ലാ ഇപ്രാവശ്യം JRF കിട്ടിയ പലരുടെയും അനുഭവം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇൻഷാല്ലാ കേൾക്കാം. നമ്മുടെ ഫോക്കസിന്റെ വകയുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. ഏതായാലും നന്നായി സിലബസ് അവലോകനം ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി ഡിസ്കസ് ചെയ്തു, ഗ്രൂപ്പ് സ്റ്റഡി നടത്തി. അതിന്റെ ഫലമായി വ്യക്തമായ പ്ലാനോട് കൂടെ പഠിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് JRF എത്താൻ സാധിച്ചു. ഇൻഷാല്ലാ ഫോക്കസ് ആ ഒരു രൂപത്തിലുള്ള നെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും പല എക്സാം കഴിയുമ്പോഴും ഈ ലാസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ പോലും പല സ്റ്റുഡൻസും ചോദിച്ചിട്ടുണ്ട്, ഫോക്കസ് ആണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അത്രത്തോളം അൽഹംദുലില്ലാഹ് 70-80% നമ്മളുടെ ഫോക്കസിന്റെ നോട്ടിൽ നിന്ന് അതല്ലെങ്കിൽ ഫോക്കസിന്റെ ആ ഒരു ശൈലിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ അവസാനം കഴിഞ്ഞ 5-6 എക്സാമിനൊക്കെ നമ്മൾ കാണുന്നത്. ആ രൂപത്തിൽ ഇൻഷാല്ലാഹ് നമ്മൾ മാക്സിമം നല്ല രൂപത്തിൽ നമ്മളുടെ ആ ഒരു എഫേർട്ടിൽ തന്നെ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകളുടെ ആ ഒരു സൈക്കോളജിയിൽ തന്നെ ഇൻഷാല്ലാഹ് നമ്മൾ മാക്സിമം നിങ്ങൾ ക്ലാസ് നൽകും. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ ഒരു പടി മുന്നിൽ നമ്മൾ ഉണ്ടാവും. നമ്മൾ നൽകുന്ന ആ ഒരു ക്ലാസ് നിങ്ങൾ ഒരുപാട് നൂറുകണക്കിന് ആളുകൾക്ക് നെറ്റ് കിട്ടിയ, ഒരുപാട് പേർക്ക് JRF കിട്ടിയ ഫോക്കസിലെ മെമ്പറാണ് ഞാൻ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയില്ല. നിങ്ങളും നമ്മളോട് കൂടെ സഞ്ചരിക്കണം. ഇൻഷാ അല്ലാഹ് പഠനം എന്ന് തുടങ്ങണം? നിങ്ങൾ ഓരോരുത്തരും പലരും ഭൂരിഭാഗം ആളുകളും ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഇന്ന് എനിക്ക് സ്കൂളിൽ പ്രോഗ്രാമാണ്, സ്കൂൾ വാർഷികമാണ്, ഈ ആഴ്ച എൻ്റെ കുടുംബത്തിന്റെ കല്യാണമാണ്, ഈ ആഴ്ച എൻ്റെ കുടുംബക്കാരൻ ഹോസ്പിറ്റലിലാണ്, എൻ്റെ അമ്മായിയുടെ, എളാമന്റെ, ഏട്ടത്തിന്റെ, മകന്റെ, വല്യപ്പാന്റെ, അനിയന്റെ കല്യാണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണങ്ങളും തിരക്കും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടാവും അടുത്ത ആഴ്ച മുതൽ പഠനം തുടങ്ങാം, ഇപ്പൊ തിരക്കിലല്ലേ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും പലരും. യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടത് കുറെ മുൻപ് മുതൽ തുടങ്ങേണ്ടവരായിരുന്നു, അന്നൊന്നും തുടങ്ങാത്തത് കൊണ്ട് ഇനി തുടങ്ങേണ്ടത് ഇന്നാണ്. ഓരോ ദിവസവും നമുക്ക് തിരക്കുകൾ കൂടിക്കൂടി വരികയുള്ളൂ. തിരക്ക് മാറിയിട്ട് പഠിക്കാം എന്ന് കരുതിയാൽ നമ്മൾ തിര അടങ്ങിയിട്ട് നോക്കാമെന്ന് പറഞ്ഞ പോലെ ആകും. തിര എന്നുള്ള തിരമാല അടങ്ങോ? ഇല്ല. അതുപോലെ നമ്മളുടെ തിരക്ക് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ.
ഓരോ പ്രാവശ്യം JRF കിട്ടുന്നവരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. അവരൊക്കെ പറയുന്നത് വലിയ വലിയ തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തിയത് കൊണ്ടാണ് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചതെന്നായിരിക്കും എന്നാണ് പറയാറുള്ളത്. നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ കേട്ടവരാണല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സ്റ്റഡി ഇപ്പോൾ തുടങ്ങുക. പല തിരക്കുകൾ ഉണ്ടാകും, പക്ഷെ നമ്മളുടെ ഈ ഒരു വലിയ ആഗ്രഹം ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു JRF, ഒരു നെറ്റ്, അതിനുവേണ്ടി ആ ഒരു വലിയ വിജയത്തിന് വേണ്ടി നമ്മൾ ചെറിയൊരു സമയം എല്ലാ ദിവസവും ഒരു 1-2 മണിക്കൂർ മാറ്റിവെക്കാൻ തയ്യാറാവണം. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഒരു പടി മുന്നിൽ നമ്മൾ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി നമ്മളുടെ നെറ്റ് JRF എന്ന ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് വർഷങ്ങളായിട്ട് നേതൃത്വം കൊടുക്കുന്ന ഫോക്കസ് അക്കാഡമിക്ക് നിങ്ങൾക്ക് അതിലേക്കുള്ള ഒരു ഗൈഡിങ്ങിന് ഒരു ചെറിയ സംഭാവന നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഠിക്കേണ്ടത് നിങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അഡ്മിൻസിന്റെ ഭാഗത്ത് നിന്ന് മാക്സിമം ചെയ്തു തരുന്നതാണ് എന്ന് ഓർമ്മിക്കുകയാണ്. എന്റെ സംസാരം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന സെഷനുകളിലൂടെ സംസാരിക്കാം. പിന്നെ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടാവും. ലൈവ് ക്ലാസ് ഈ ഒരു 6 മാസം നിങ്ങൾ ഇപ്പം തന്നെ ഒരു നിയ്യത്ത് വെക്കുക. നമ്മൾ പഠനം തുടങ്ങേണ്ടത് നമ്മളുടെ മനസ്സിൽ നിന്നാണ്. മനസ്സ് പാകപ്പെടുത്തിയാൽ നമുക്ക് സമയം ഉണ്ടാകും. നമ്മൾക്ക് ഒരു കാര്യത്തിന് മടി ഉണ്ടാകുന്നത് നമ്മളുടെ മനസ്സ് പൂർണ്ണമായും അതിലേക്ക് അങ്ങോട്ട് എത്താത്തത് കൊണ്ടാണ്. ചില കാര്യങ്ങൾക്ക് നമുക്ക് മടി ഉണ്ടാകും. ആ ഒരു മടി വരുന്നത് നമ്മളുടെ മനസ്സ് പൂർണ്ണമായിട്ടും അതിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. നിങ്ങൾ നിയ്യത്ത് വെക്കുക. നിയ്യത്ത് മനസ്സിലൊന്ന് ഉറപ്പിക്കുക. ഫോക്കസിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്ന സമയങ്ങളിൽ എന്റെ മറ്റു പ്രോഗ്രാം എല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് മാറ്റിവെക്കും. വലിയ അർജന്റായ എമർജൻസി ആയ എന്തെങ്കിലും ഉണ്ടാവും. അതൊഴികെ ബാക്കി ഒരു കല്യാണത്തിന്റെ പോക്കോ ഒരു ചെറിയ ട്രിപ്പോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ലാസ് 8 മണിക്കായിരിക്കും, അപ്പോഴേക്കും നമുക്കൊരു കോള് വരാം. ഹലോ ആബിദെ, ഒന്ന് ഫുഡ് കഴിക്കാൻ പോവല്ലേ എന്ന്. അപ്പൊ നമ്മൾ പറയണം 8 മണിക്ക് ഒരു ലൈവ് ഉണ്ട്, 8:30 ഒരു ലൈവ് ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറയാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. അങ്ങനത്തെ പല തടസ്സങ്ങളും വരും. പക്ഷെ തടസ്സങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നവർക്കാണ് വിജയം കിട്ടാറുള്ളതെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ലൈവ് ക്ലാസ്സിൽ ഇപ്പോൾ ഈ ലൈവിലുള്ള എല്ലാവരും നിയ്യത്ത് വെക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ അനാവശ്യമായി ലൈവ് ക്ലാസ്സുകൾ ഒന്നും ഒഴിവാക്കൂല. ഈ ജൂൺ കഴിഞ്ഞാൽ നിങ്ങൾ JRF കിട്ടിയിട്ട് ഒരു ഫ്രണ്ട്സിന്റെ ഒരു കല്യാണത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നതും JRF കിട്ടാതെ കീശ കാലിയായി പോകുന്നതും വലിയ വ്യത്യാസമുണ്ട് എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് JRF കിട്ടി മാസത്തിൽ ഏകദേശം 40,000-ന്റെയും 50,000-ന്റെയും ഇടയിൽ എല്ലാ മാസവും ഇങ്ങനെ വലിയ അധ്വാനമൊന്നും ഇല്ലാതെ ഇങ്ങനെ വരുന്നു. അത് നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഫ്രണ്ട്സുകൾക്കും ആവശ്യത്തിന് കൊടുത്ത് എന്നാലും ബാക്കിയായിട്ട് അത് തീരുന്നതിന് മുമ്പ് അടുത്ത മാസം വീണ്ടും വരുന്നു. ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കൂ. അള്ളാഹു ഖൈറ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമുക്ക് വിജയത്തിന് ആവശ്യമായ ഏതാനും ചില നിർദ്ദേശങ്ങളാണ് ചുരുങ്ങിയ വാക്കുകളിലൂടെ നസ്രുദ്ദീൻ സാറ് നൽകിയിട്ടുള്ളത്. സാറിന് പ്രത്യേകമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ഒരു സെഷൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോൾ തുടക്കം മുതൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയ പോലെ സാറിന്റെ സംസാരത്തിലും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയ കാര്യം, ഇന്നിപ്പോ നമ്മളൊക്കെ ഈ ഒരു ലൈവില് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേകമായ ഉത്സാഹത്തോടു കൂടിയാണ്. കാരണം ഇനി എന്തായിരുന്നാലും ഈ ഒരു ജൂണിൽ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കണം എന്ന നിലയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ആ ഒരു ആവേശമാണ് നമുക്ക് ഇന്നുള്ളത്. ഇത് തുടർച്ചയായി നിലനിൽക്കുക എന്നുള്ളത് എന്തായിരുന്നാലും കുറച്ച്
ശ്രമകരമായ കാര്യമാണ്. എന്നാലോ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ സാറ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു ജൈത്രയാത്ര ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോ ഇവിടെ ആരംഭിച്ചു. ഇനിയിപ്പോ ലൈവ് ഇല്ലാത്ത, ഒന്നുകിൽ റെക്കോർഡഡ് അല്ലെങ്കിൽ ലൈവ്, ഇതില്ലാത്ത ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ എക്സാം വരെ ഉണ്ടാവുകയില്ല എന്ന് തന്നെ പറയാം. അതിലിപ്പോ അതിനിടയിൽ ഒന്നുകിൽ പിന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട ലീവ് അതിനിടയിൽ വന്നെങ്കിലേ ഉള്ളൂ. അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക തന്നെ ചെയ്യും. അതില് ലൈവും മിക്കവാറും എല്ലാ ദിവസവും ലൈവ് എന്ന രൂപത്തിൽ തന്നെ ഉണ്ടാവും. അത് നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്കൊക്കെ അറിയാം, ഇപ്പൊ ഈ ലാസ്റ്റ് എക്സാം എഴുതിയ ലാസ്റ്റത്തെയും ഇതിന് തൊട്ട് മുമ്പുള്ളയും എക്സാമില് ഏകദേശം ഒരു 50% ആളുകളും നമ്മോട് പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം സമയം മതിയായില്ല എന്നുള്ളതാണ്. അതായത് എക്സാം പൂർണ്ണമായി വായിച്ച് അറ്റൻഡ് ചെയ്യാനുള്ള സമയം ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പലരും പങ്കുവച്ചിട്ടുള്ളത്. അതിപ്പോ പേപ്പർ 1 ആയിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ പേപ്പർ 2 നമുക്കറിയാം 10 യൂണിറ്റിൽ നിന്നും ചോദ്യം വരേണ്ടതുള്ളത് കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിപ്പോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഈ സമീപകാല എക്സാമിൽ ഒന്നുകൂടെ കൂടുതലായിട്ട് അത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ അവസാനം കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് നന്നായിട്ട് അനാലിസിസ് ചെയ്ത് എങ്ങനെ നമുക്ക് ആ ചോദ്യങ്ങൾ കൂടെ പെട്ടെന്ന് ആൻസർ ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ളത് കൂടെ നമ്മളൊന്ന് എന്ത് ചെയ്യേണ്ടത്, പരിശീലിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് എല്ലാ ദിവസവും ഈ ലാസ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ, അതിപ്പോ പേപ്പർ 1ഉം പേപ്പർ 2ഉം അനാലിസിസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. എന്നാലും അതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യണം, യൂണിറ്റ് ബേസ്ഡ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആവുകയും വേണ്ടതുണ്ട്. അപ്പൊ അതില് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ലാസ്റ്റ് കഴിഞ്ഞ ബാച്ചിന് നമ്മൾ ലൈവായി നൽകിയ, എന്ന് വെച്ചാൽ പുതിയതായി നൽകിയ ക്ലാസ് നമുക്ക് റെക്കോർഡഡ് ആയിട്ടായിരിക്കും ലഭിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ദിവസം രാത്രി സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടെ ഉണ്ടാവും ലൈവായിട്ട്. ഏകദേശം 1 മണിക്കൂറോളം വരുന്ന ഡിസ്കഷൻ തന്നെയായിരിക്കും അത് ഉണ്ടാവുക. എന്നാലോ നമുക്ക് യൂണിറ്റ് ബേസ്ഡ് ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയും വേണം. അപ്പോ ചില യൂണിറ്റുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ രാവിലെ നൽകും. എന്നിട്ട് അതിലിപ്പോ 2ഓ 3ഓ ക്ലാസ് നൽകിയാൽ അതിന്റെ ലൈവ് ക്ലാസ്, ആ ഒരു 3 ക്ലാസ്സുകൾ നമ്മൾ കേട്ടു നോട്ട് ചെയ്തു എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുന്നതിനും അതിന്റെ ഒരു റിവിഷൻ എന്ന അർത്ഥത്തിൽ കൂടെ ഒരു 3 ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ ഒരു ലൈവ് ഡിസ്കഷൻ, എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതോടുകൂടെ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടെ ആയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോ തുടക്കം മുതൽ തന്നെ നമ്മൾ ഓരോ ദിവസത്തെയും യൂണിറ്റ് ബേസ്ഡ് ക്ലാസ്സുകൾ അത് റെക്കോർഡഡ് ആയി ലഭിക്കുന്നത് കേട്ടു എന്ന് ഉറപ്പുവരുത്തുന്നതോടുകൂടെ തന്നെ രാത്രി നമ്മൾ എന്ത് ചെയ്യുക, ലൈവായിട്ട് ഈ ഡിസ്കഷനിൽ കൂടി പങ്കെടുക്കുക. അപ്പൊ അതില് തുടക്കക്കാരായ ആളുകൾ ഉണ്ടാവും. അവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നിരന്തരമായി ഈ 2 പേപ്പറും അഥവാ പേപ്പർ 1ഉം പേപ്പർ 2വുമായി ബന്ധപ്പെട്ട ഓരോ യൂണിറ്റിലെയും ഭാഗങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിലൂടെ അങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതാണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അനാലിസിസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം. അങ്ങനെ 1ഓ 2ഓ പേപ്പർ നമ്മൾ ഈ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യൂണിറ്റ് ബേസ്ഡ് ക്ലാസ്സുകൾ കൂടി കുറച്ചുകൂടെ ലഭിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ മുമ്പ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യാനും അതേപോലെ തന്നെ ഒന്നുകൂടെ നമ്മുടെ പഠനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതോടുകൂടെ തന്നെ നമുക്ക് ലഭിക്കുന്ന മോഡൽ ടെസ്റ്റുകൾ, അത് എത്ര തന്നെ മാർക്ക് കുറവാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനവും കൂടി നമ്മൾ ഓരോരുത്തരും എടുക്കുക. അങ്ങനെ
ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിലുള്ള ഈ ആവേശം നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് എക്സാം വരെ നമ്മൾ നിലനിർത്തണം. അതാണ് എല്ലാവരോടും ഒന്നുകൂടി അടിവരയിട്ട് പറയാനുള്ളത്. അപ്പോ എന്നും ചിലപ്പോൾ അത് സാധിച്ചോളണമെന്നില്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ വ്യത്യസ്ത തിരക്കുകളുള്ള ആളുകളാണ്. ഇപ്പൊ ജോലിയുള്ള ആളുകളാണ് കൂടുതൽ ആളുകളും. പിന്നെ ആ ജോലിക്ക് പുറമെ നമ്മൾ കുടുംബിനികൾ കൂടിയായിരിക്കും, അല്ലെങ്കിൽ കുടുംബനാഥൻ കൂടിയായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ മറ്റു പല ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരുണ്ടാവും. പിന്നെ വല്ല കോളേജുകളിലോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവിടുത്തെ ഡ്യൂട്ടി ഉണ്ടാവും. രാത്രിയും രാവിലെയും മദ്രസയുള്ള ആളുകളുണ്ട്. അതിന് പുറമെ പിന്നെ ചെറിയ ഏതെങ്കിലും സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതിനിടയിൽ നമുക്ക് കുറഞ്ഞ സമയം നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോ ചിലപ്പോ ലൈവ് എന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസത്തെയും ലൈവ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ആ ദിവസം നടന്ന ലൈവിന്റെ റെക്കോർഡഡ് വീഡിയോ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അത് ആ ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കണം. അതാണ് ഇപ്പൊ നേരത്തെ നസറുദ്ദീൻ സാർ പറഞ്ഞതിന്റെ ആകത്തുക എന്ന് പറയുന്നത്. അതായത് പരമാവധി എന്ത് ചെയ്യുക, അതാത് ദിവസം ലൈവിൽ തന്നെ പങ്കെടുക്കുക. ഇനി അത് സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്ത ദിവസം തലേന്ന് നടന്ന ആ ഒരു ലൈവിന്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ലഭിക്കും. അതിപ്പോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണെങ്കിലും യൂണിറ്റ് ബേസ്ഡ് ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേപോലെ അതിന്റെ റെക്കോർഡഡ് വീഡിയോ കൂടി ലഭിക്കും. അപ്പോ റെക്കോർഡഡ് വീഡിയോ കൂടി ലഭിക്കുന്നത് നമുക്ക് എന്തായിരുന്നാലും സൗകര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് കേട്ട ആളുകൾക്ക് ചിലപ്പോൾ ചിലർക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മതിയാവില്ല, 2 തവണ കേൾക്കേണ്ടി വരും, ചിലപ്പം 3 4 തവണക്ക് കേൾക്കേണ്ടി വരും ചിലരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത്രയും തവണ നമുക്ക് കേൾക്കാം എന്നുള്ളത് ഒരു സൗകര്യമാണ്. അതുപോലെ ലൈവ് എന്നും പങ്കെടുക്കുക എന്നുള്ളതും ചിലപ്പോൾ പ്രായോഗികമാവൂല. അപ്പോ അതും ആ അർത്ഥത്തിലും നമുക്ക് റെക്കോർഡഡ് വീഡിയോ കിട്ടുമ്പോൾ അതുകൂടെ നമുക്ക് കേൾക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പൊ അത് നമുക്ക് സൗകര്യമാണ്. എന്നാൽ അതോടുകൂടെ പലർക്കും ഇത് വിനയായി മാറാറുമുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വന്ന്, തടസ്സം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും നമുക്ക് തിരക്ക് വരുന്നു. അപ്പൊ 1 2 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച തന്നെ ചിലപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അത് പിന്നെന്ത് ചെയ്യണം, നമുക്ക് തൊട്ടടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും തിരിച്ചു വരാൻ ശ്രമിക്കണം. അപ്പോഴേ നമുക്ക് ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ടുള്ള ഗുണം ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ സ്വന്തമായി പഠിക്കാനും അതേപോലെ നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ ഇതേപോലെ പ്രിപ്പറേഷൻ മുമ്പൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഫ്ലോപ്പായി പോകാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒന്നുകിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെ വലിച്ചു കൊണ്ടുവന്ന ആളുകൾ അവരുടെ മോട്ടിവേഷൻ തീരെ ഇല്ലാത്തത് കൊണ്ട് അവർ പോയപ്പോ ചിലപ്പോൾ നിന്നിട്ടുണ്ടാവും. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് വീണ്ടും തുടങ്ങാൻ നോക്കും. പക്ഷെ പിന്നെ അത് പാതി വഴിയിൽ നിന്ന് പോകും. പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എക്സാമിന്റെ പിന്നെ ഹാൾ ടിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോഴൊക്കെ ആയിരിക്കും നോക്കുക. അപ്പോഴാണെങ്കിലും സമയമില്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നത് ഞാൻ അടുത്തൊരു എക്സാമിന് നേരത്തെ തന്നെ തുടങ്ങണം എന്ന് വിചാരിക്കും. പക്ഷെ അത് പിന്നെ ഇതേപോലെ ഇങ്ങനെ നിലച്ച ഒരു സമയമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ നടക്കാത്ത ഒരു സമയമായിരിക്കും, പിന്നെ ഘട്ടത്തിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ അങ്ങനെ ആവരുത്. ഇവിടെ ഇപ്പോ നമ്മളിപ്പോ 1 2 ദിവസം മാറി നിന്നാൽ, അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ മാറി നിന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനെ ക്ലാസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് തിരിച്ചു വരണം. സ്വാഭാവികമായിട്ടും അവിടെ ഓരോ ദിവസവും ക്ലാസ് വരുന്നുണ്ടല്ലോ, പെൻഡിങ് ഉണ്ടല്ലോ, ഇനിയിപ്പോ അവിടെ കൂടുതൽ പെൻഡിങ് ആയി പോയാൽ പിന്നെ എനിക്ക് മുന്നോട്ട് പഠിച്ചു പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ ഒരു തിരിച്ചറിവ് ലഭിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ടീമിനോടൊപ്പം അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന് നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്വന്തമായി നമ്മൾ പഠിക്കുമ്പോൾ അതിന് പരിധി ഉണ്ടാവും. നോട്ട് ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഇനി നമ്മൾ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ എല്ലാം ഒന്നും നമുക്ക് വായിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഇനി വായിച്ചാൽ തന്നെ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിനൊക്കെ സൗകര്യമാണ് ഇതേപോലെ കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയ ക്ലാസ്സും അതേപോലെ നോട്ട്സ്, പിന്നെ സമാന ചിന്താഗതിക്കാരായ ഒരുപാട് പഠിതാക്കളെ നമുക്ക് ഒന്നിച്ച് കിട്ടുക, അതൊക്കെ നമുക്ക് സൗകര്യമാണ്. ഇതൊക്കെ നിങ്ങൾ പോസിറ്റീവായി എടുത്ത് ഇൻഷാ അല്ലാഹ് ഇത്തവണ നമുക്ക് JRF എന്ന വഴിയിലേക്ക്, JRF എന്ന് നമ്മൾ എപ്പോഴും പറയാം. നെറ്റ് നമുക്ക് അതിനോട് കൂടെ ഒരു പക്ഷേ കിട്ടിയേക്കും. അതിലപ്പുറം നമ്മൾ എയിം ചെയ്യേണ്ടത് JRF ആണ്. ഇനി ആർക്കെങ്കിലും
ഏജ് ഓവർ ആയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടതില്ല, അതിൽ ടെൻഷൻ ആവേണ്ടതില്ല. പക്ഷെ അത്രയും നല്ല ഹൈ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ കാണേണ്ടത്. എന്നാലാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാം. ഓക്കെ, അപ്പോ ആ അർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കാണ്. ഇനി നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പറഞ്ഞ പോലെ നാളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്, അപ്പൊ നമ്മുടെ കൂട്ടത്തില് പുതിയതായി ഈ ഒരു പിന്നെ നെറ്റ് എന്നുള്ള ഫീൽഡിലേക്ക് വന്ന ആളുകളുണ്ട്. ഓൾറെഡി നേരത്തെ പ്രിപ്പയർ ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പേപ്പർ 1ഉം പേപ്പർ 2 ഒക്കെ നന്നായിട്ട് അറിയാം. എന്നാൽ പുതിയതായി സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ ഈ ഒരു നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് ധാരണയില്ല എന്നുള്ളത് കൊണ്ട് നാളെ നമ്മൾ പേപ്പർ 2 അറബിക്കിന്റെ ഒരു കൃത്യമായി എങ്ങനെയാണ് ആ ഒരു പേപ്പറിനെ നമ്മൾ നോക്കി കാണേണ്ടത് എന്ന ഒരു സെഷൻ ആയിരിക്കും നാളെ ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റന്നാള് പേപ്പർ 1 ജനറൽ പേപ്പർ എങ്ങനെയാണ് നമ്മളതിനെ കൃത്യമായി പഠിക്കേണ്ടതെന്നും അതേപോലെ തന്നെ അത് പഠിക്കേണ്ട സ്ട്രാറ്റജി ഏത് രൂപത്തിലാണ്, എന്തൊക്കെയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് എന്ന ഒരു ഡീറ്റെയിൽഡ് സെഷൻ ആയിരിക്കും നാളെയും മറ്റന്നാൾ. ഇങ്ങനെ 2 സെഷനാണുള്ളത്. പിന്നെ തൊട്ടടുത്ത ദിവസം നമുക്ക് ഈ പറഞ്ഞ പോലെ യൂണിറ്റ് ബേസ്ഡ് ക്ലാസ്സും അതോടൊപ്പം ഇപ്പൊ ഈ ലാസ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ VYQന്റെ അഥവാ നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കൂടെ ആയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവാം. അപ്പൊ അതിലൊക്കെ നമ്മളെല്ലാവരും കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ എല്ലാവരും കൂടെ സഞ്ചരിച്ച് നമുക്ക് ഒത്തൊരുമിച്ച് ഇൻഷാ അല്ലാഹ് ഇത്തവണ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുമ്പായിട്ട് ഇതില് ഇതുവരെ എക്സാം എഴുതാത്ത അല്ലെങ്കിൽ ഒറ്റ എക്സാം നെറ്റ് എക്സാം ഇതുവരെ എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. നെറ്റ് ഇതുവരെ തീരെ എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. കുറച്ചാളുകൾ നമുക്ക് ഫില്ല് ചെയ്ത സമയത്ത് അറിയിച്ച ആളുകളുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊരു മോശമായ കാര്യമൊന്നുമല്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തായിരുന്നാലും നല്ല രൂപത്തിൽ ഓറിയന്റേഷൻ ലഭിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ലഭിക്കുക. ഓക്കെ ഓക്കെ ഇനി ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ബാക്കിയുള്ള ആളുകൾക്ക്. ഒന്നുകിൽ ഒരു തവണ അല്ലെങ്കിൽ 2-3 തവണക്ക് എഴുതിയ ആളുകൾ, അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തു JRFന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഓക്കെ, എഴുതാത്ത ആളുകളോട് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ ലഭിക്കും. ഒരാളും എന്ത് ചെയ്യരുത്, മുൻധാരണയോട് കൂടി നിൽക്കരുത്. ഇപ്പോ ഈ നെറ്റ് എക്സാം എഴുതി ഇപ്പൊ ഇന്നലെ റിസൾട്ട് വന്ന ശേഷം എനിക്കൊരു 3 പേരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതിന് മുമ്പൊക്കെ നെറ്റ് എക്സാം കഴിഞ്ഞ ഉടനൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ ഈ റിസൾട്ട് വന്ന ഉടനെ പലരും അറിയിച്ച ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ വോയിസിലൂടെ, സർ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ പല കോച്ചിങ് സെന്ററുകളും നടക്കുന്നുണ്ട്. അപ്പം വലിയ കോഴ്സ് വലിയ ഫീ ആയതുകൊണ്ട് എന്തായിരുന്നാലും അവിടെ നല്ല ഉഷാറായിരിക്കും എന്നാണ് മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഏതായാലും ഇപ്പൊ ഇത് ചെറിയൊരു ഫീ അല്ലേ ഉള്ളൂ അല്ലെ, 2 പേപ്പറിനും കൂടെ ആകപ്പോ ഈ പറഞ്ഞ പിന്നെ 3750 ആണെങ്കിലും അതിൽ ഓഫറിൽ ഒരു 2000 രൂപ അല്ലേ ഉള്ളത്. അപ്പം ഏതായാലും പോവാണെങ്കിൽ 2000 അല്ലേ, ഒന്ന് ജോയിൻ ചെയ്യാം എന്ന രൂപത്തിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ചില ക്ലാസ്സുകളൊക്കെ കേൾക്കും. എന്നാലും ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിന്. അവിടെ ഇപ്പോ 15000 അല്ലെങ്കിൽ 10000 ഒക്കെയാണല്ലോ ഫീ. അപ്പൊ അവിടെ ആയിരിക്കും ഒന്നുകൂടെ ക്ലാസ് മെച്ചമുണ്ടാവുക. ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയാണ്. ആരെങ്കിലും ആ രൂപത്തിൽ തെറ്റിദ്ധരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ നസറുദ്ദീൻ സാറ് പറഞ്ഞ പോലെ പലരും എക്സാം കഴിഞ്ഞ് കൃത്യമായി നമ്മുടെ നോട്ട്സും ആ ക്വസ്റ്റ്യൻ പേപ്പറും പരിശോധിച്ച് കഴിഞ്ഞ് പിന്നെ പറയാറുള്ളത്, സാർ നമ്മുടെ ആരെങ്കിലും അധ്യാപകരാണോ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. അതായത് ഓരോ ക്വസ്റ്റ്യനും നമ്മളിങ്ങനെ ശരിക്കും അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും അതിൽ നമുക്ക് JRF തന്നെ ക്വാളിഫൈ ചെയ്യാവുന്ന മാർക്ക് നേടാവുന്ന നോട്ട്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ക്ലാസ്സുകളും ആ രൂപത്തിൽ തന്നെയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ശരിക്ക് ഓരോ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ നമ്മുടെ നോട്ടും ശരിക്കും നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തവണയും ഞാൻ എന്തായിരുന്നാലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ്. വീണ്ടും ക്യാഷ് അടച്ച് ജോയിൻ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, തുടക്കത്തിൽ ആവേശം ഉണ്ടാവും, അവരിങ്ങനെ ഫോളോ ചെയ്ത് പിന്നെ അവര്
എന്ത് ചെയ്തു, ഇവിടുന്ന് അങ്ങോട്ട് മാറിപ്പോയി. പിന്നെ ലാസ്റ്റ് എക്സാമിനോട് അടുപ്പിച്ചൊക്കെ ആയിരിക്കും ചിലരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, തിരിച്ചു വന്നിട്ടുണ്ടാവുക. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വായിക്കാനും സമയമല്ല, എന്നാലോ എല്ലാം പ്രിന്റ് എടുത്തവിടെ വെച്ചിട്ടുണ്ടാവും. ആ പ്രിന്റ് എടുത്ത സാധനം തൊട്ടിട്ടുണ്ടാവില്ല, അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇങ്ങനെ നമ്മളെ ഈ കോഴ്സിന്റെ മാധുര്യം എന്ത് എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ഇനി എന്ത് ചെയ്യും, ഒരു 2 ബാച്ച് കഴിഞ്ഞിട്ട് കൂടുതലുള്ള ആളുകളൊക്കെ ഇങ്ങനെ നെറ്റ് അല്ലെങ്കിൽ JRF നേടിക്കഴിഞ്ഞ ശേഷം വീണ്ടും വരും അവര്. അപ്പോ അങ്ങനെ നമ്മൾ ആവരുത്, അതാണ് എല്ലാവരോടും പറയാനുള്ളത്. നമ്മളിപ്പോ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഇന്നിപ്പോ ഒന്നുകിൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരു 2000 രൂപ, അല്ലെങ്കിൽ ഇനി നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ആരോടെങ്കിലൊക്കെ ഒന്ന് ചോദിച്ച് എങ്ങനെങ്കിലൊക്കെ നമ്മൾ ചെയ്യിച്ചാൽ ജോയിൻ ചെയ്യാന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമില്ല, മിനിറ്റുകൾ കൊണ്ട് ജോയിൻ ചെയ്യാം. പക്ഷേ ഈ കോഴ്സ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് അല്പം ശ്രമകരമായ കാര്യമാണ്. പക്ഷെ എന്നാലും നേരത്തെ നസ്രുദ്ദീൻ സാർ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച പോലെ JRF അങ്ങോട്ട് നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതുവരെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, അതേപോലെ തന്നെ PG ഒരുപക്ഷെ കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അത്രയൊക്കെ നമ്മൾ PG ആണെങ്കിലും ഈ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ 1 മുതൽ 10 വരെ പഠിച്ചു, പിന്നെ +2 അല്ലെങ്കിൽ പ്രിലിമിനറി കഴിഞ്ഞു, പിന്നെ അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞ് പിന്നെ നമ്മൾ PG കഴിഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഓരോ സമയം ഒരുപക്ഷെ അതിൽ നല്ല മാർക്ക് നേടി അല്ലെങ്കിൽ റാങ്ക് നേടിയ ആളുകളാണെങ്കിൽ അപ്പോ ആ റാങ്ക് നേടി അതിന്റെ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ കോളേജിൽ നിന്ന് ആധാരമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് വേറൊരു ചേഞ്ച് ഒന്നും അവിടെ ഇല്ല. പക്ഷേ നിങ്ങൾ JRF കിട്ടി പിന്നെ PhD ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഏകദേശം ഇപ്പോൾ ഉള്ള എമൗണ്ട് അനുസരിച്ച് JRFന്റെ എമൗണ്ടും അതേപോലെ തന്നെ കണ്ടിജൻസി HR ഒക്കെ കൂടി ആയിട്ട് ഏകദേശം ഒരു 45,000-ത്തിനടുത്ത് 43,000-ത്തോളം രൂപ ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്ന് മാത്രമല്ല, അതിപ്പോ 2 വർഷം കഴിഞ്ഞാൽ SRF ആയി മാറും. അപ്പൊ ഏകദേശം ഇപ്പോൾ ഉള്ള എമൗണ്ട് അനുസരിച്ച് ഏകദേശം ഒരു 50,000 രൂപ മാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അതോടുകൂടെ അവിടെ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ആ ഒരു PhD എന്ത് ചെയ്യാം, ഒന്നുകിൽ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 5 വർഷം വരെ നീട്ടിക്കൊണ്ടുപോവാം. അപ്പൊ ആ 5 വർഷവും നിങ്ങൾക്ക് വേറെ ഒരു തടസ്സവുമില്ലാതെ ഇൻഷാ അല്ലാഹ് ഓരോ മാസവും ഇതേപോലെ ഈ പറഞ്ഞ തുക ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം നിങ്ങൾ PhD അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നിങ്ങളുടെ ആ ഒരു പേരിന് മുമ്പിൽ പിന്നെ ചെറിയൊരു മാറ്റം വന്നു അല്ലെ. ഇതുവരെ നിങ്ങൾ ഇപ്പോ ഫർസാന ആണ് എങ്കിൽ, അതേപോലെ തന്നെ ഷഹാന ആണ് എങ്കിൽ, അതേപോലെ തന്നെ നിദ ആണ് എങ്കിൽ, ബജീനയാണ് എങ്കിൽ, അതേപോലെ ഹസ്നയാണ് എങ്കിൽ, നമ്മളിപ്പോ കുറേ വർഷം പഠിച്ചിട്ട് നമുക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾ ഓരോ മാസവും ഇതേപോലെ സംഖ്യ വാങ്ങി എന്നിട്ട് JRF കംപ്ലീറ്റ് ചെയ്തു എങ്കിൽ, JRFോട് കൂടി നിങ്ങൾ PhD കംപ്ലീറ്റ് ചെയ്തു എങ്കിൽ പിന്നെ നിങ്ങളുടെ പേരിന് മുമ്പിൽ അവിടെ ഒരു DR വന്നു എന്ന് വെച്ചാൽ ഡോക്ടർ ഫർസാനയും ഡോക്ടർ ഷഹനയും ഡോക്ടർ നിതയും. ഞാൻ ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ കണ്ട കുറച്ച് പേരുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതേപോലെ ഓരോരുത്തരുടെയും പേരിന് മുമ്പിൽ വരും. ഓക്കെ, അതോടുകൂടെ നമ്മളിപ്പോ ചിലർക്കെങ്കിലും ആശങ്ക ഉണ്ടാവും, അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഒരു മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അറബിക് കോളേജിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോ അതിപ്പോ അങ്ങോട്ട് നിന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടാവില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഇപ്പൊ PhD ചെയ്യുന്ന ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം, നമ്മളിപ്പോ കൃത്യമായി ആ ഒരു PhDയുടെ വർക്ക് നമ്മൾ ഒരു ദിവസം കൃത്യമായ സമയം മാറ്റിവെച്ച് നമ്മളത് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗൈഡിന്റെ സമ്മതവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ രൂപത്തിൽ മദ്രസ പഠിപ്പിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലല്ല അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നമുക്ക് ഇതേ രൂപത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്ക് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വർക്കൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം അതിന്റെ ആ ഒരു പിന്നെ വേതനവും നമുക്ക് ലഭിക്കും. അതോടൊപ്പം ഒന്നും അറിയാതെ ഈ ഒരു JRFന്റെ എമൗണ്ട് നമുക്ക് അവിടെ വേറെ മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോഴോ ഇത് തിരിച്ചറിഞ്ഞ ഒരുപാട് ആളുകൾ എന്ത് സ്വാഭാവികമായിട്ടും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതെ അവരോടാണ് നമ്മൾ മത്സരിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് കൂടി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത തവണ അഥവാ ഈ ഒരു ജൂണിൽ തന്നെ നമ്മുടെ ലക്ഷ്യമായ JRFലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇനിയുള്ള ദിനങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. തൽക്കാലം ഇത്രയും സംസാരിച്ച് ഈ ഒരു വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ല എങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് അറബിക്കിന്റെ തന്നെ ഒരു ഓറിയന്റേഷൻ സെഷൻ ആണുള്ളത്. എന്ന് വെച്ചാൽ നെറ്റ് പേപ്പർ ടു അറബിക്, അത് എങ്ങനെയാണ് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട സെഷനാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ
ക്ലിയർ ചെയ്യാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേർന്ന് അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.